എസ്എൻ കോളേജുകളിലെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരായ പ്രതിഷേധം കവിയരങ്ങ് ഇപ്പോൾ കൊല്ലം എസ്എൻ കോളേജിൽ നടക്കുകയാണ്. കവി മുരുകൻ കാട്ടാക്കട സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. സർവകലാശാലകളിലേക്ക് കടന്നു വരുന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് സെൽഫ് ഫിനാൻസ് കോളേജ് അല്ലാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മുടെ പാവപ്പെട്ട സാധാരണക്കാരായ നമ്മളെല്ലാം, നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെല്ലാം കൊടുക്കുന്ന നികുതി, ആ നികുതി പണം കൊണ്ട് വാങ്ങുന്ന ശമ്പളം പറ്റുന്ന നമ്മളെ പഠിപ്പിച്ച മഹാരഥന്മാരാകി ആരാണ് നീ എന്ന ചോദ്യം നമ്മോട് ചോദിക്കുകയും നീയാണ് നീ എന്ന ഉത്തരം നമുക്ക് കാണിച്ചു തരികയും ചെയ്യേണ്ട മഹാസർവകലാശാലകളിൽ ഇരിക്കുന്ന ബോധമില്ലാത്ത വൃത്തികേടുകളുടെ അടയാളമായിട്ടാണ് ഈ സുന്ദരമായി നമ്മളിങ്ങനെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ അഭിമാനിക്കണം. കേരളം അങ്ങനെ പെട്ടെന്ന് മിണ്ടാതിരിക്കുന്ന ഒരു ഇടമാണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ, ധരിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ കേരളത്തെ, ഭാരതത്തെ 15 അല്ലെങ്കിൽ 5 നൂറ്റാണ്ട് താഴേക്ക് കൊണ്ടുപോയിട്ടുള്ള കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് 2 വർഷത്തിന് മുമ്പ് ഓസ്ട്രേലിയയിലെ മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളി സംഗമത്തിൽ സംവദിക്കുമ്പോൾ, വർത്തമാനം പറയുമ്പോൾ, കവിത ചൊല്ലുമ്പോൾ ഞാൻ സ്വകാര്യമായി എൻ്റെ അവിടുത്തെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ഈ ഓസ്ട്രേലിയക്കാർ ഇന്ത്യയെ എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാഷെ, ഇവിടുത്തെ വെള്ളക്കാരായ ഓസ്ട്രേലിയക്കാർ അവർക്ക് അങ്ങനെ വലിയൊരു പൊതുവിജ്ഞാനമൊന്നുമുള്ള ആളുകളല്ല. അവർ ചരിത്രം എന്ന് പറയുന്നത് പഠിക്കുന്നത്, ലോക ചരിത്രം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത് വളരെ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ ഇന്ത്യയെ കുറിച്ച് ചോദിച്ചാൽ അവർ പരമാവധി ഇന്ത്യയുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഇന്ത്യയുടെ കിടക്കുന്ന കോണ്ടിനെന്റ്, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, പരമാവധി അത്ര കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള തലസ്ഥാനം, ഇത്രയൊക്കെയുള്ള കാര്യങ്ങളെ സാധാരണ വിദ്യാഭ്യാസമുള്ള അവിടുത്തെ ഓസ്ട്രേലിയക്കാരനെ ബോധമുണ്ട്. നിരന്തരമായി 2-3 പത്രങ്ങൾ വായിക്കുന്ന മലയാളിയെ പോലെ ഒന്നുമല്ല അവർ. എന്നാൽ അവരുടെ പ്രായോഗിക ജീവിതം കൃത്യമായും നിലനിർത്തി മനോഹരമായി കൊണ്ടുപോവുകയും അവരുടെ പ്രതിഭകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഓസ്ട്രേലിയക്കാരായ പൗരന്മാരോട് നിങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചാൽ അവൻ പറയുന്ന ഉത്തരം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന ഒരു ഇടം എന്നാണ്. ഇപ്പോഴാണെങ്കിലോ പ്രിയപ്പെട്ടവരെ, ഈ 2 വർഷത്തിന് ശേഷം ഇപ്പോൾ എന്നെ പോലുള്ള ഏതെങ്കിലും ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഓസ്ട്രേലിയയിലെ ഈ ശരാശരി ഓസ്ട്രേലിയക്കാരൻ ഭാരതത്തെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തുത്തരമായിരിക്കും പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ആർഷ സംസ്കൃതിയെ, ഭാരതത്തിന്റെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തെ 5 നൂറ്റാണ്ട് താഴേക്ക് കൊണ്ടുപോയ ഒരു കാലഘട്ടത്തെ അതിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടി നമ്മൾ ഈ പടിയടച്ച് പിണ്ടം വയ്ക്കലിനെ കാണണം. പ്രിയപ്പെട്ടവരെ, കമ്പോളം എപ്പോഴും ഇതൊരു നമ്മള് സർവകലാശാല എന്നാണ് പറയുന്നത്. എല്ലാ കലകളുടെയും ഈറ്റില്ലമാണ് നമ്മുടെ കോളേജുകൾ, സർവകലകളുടെയും ശാല. പക്ഷെ കമ്പോളത്തിന് വേണ്ടത് ഉൽപ്പന്നങ്ങളെയാണ്. സർവകലാശാലകളെ വെറും ഫാക്ടറികളാക്കി മാറ്റിയെടുക്കുക എന്ന കൃത്യമായ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ് സർവകലാശാല യൂണിയൻ പ്രവർത്തനങ്ങൾ വേണ്ട എന്ന് വെപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രതികരിക്കുവാനുള്ള ശേഷി വിരലുകളിൽ ഒന്ന് ചൂണ്ടാനുള്ളതാണ് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന പേടിയാണ് ഏത് കമ്പോളത്തിലെ മുതലാളിക്കും സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അരാജകത്വത്തിന്റെ, അരാഷ്ട്രീയതയുടെ, അപകർഷതയുടെ, അവഗണനയുടെ, അധിനിവേശത്തിന്റെ ഏറ്റവും വലിയ അടയാളത്തിനെതിരെയുള്ള പടയൊരുക്കമാണ് ഇവിടെ ഈ കോളേജ് ക്യാമ്പസിന്റെ മുന്നിൽ. ഈ തെരുവിലൂടെയാണ് മിക്കവാറും എല്ലാ കാര്യങ്ങളും സംഭവിച്ചത്. തെരുവിലാണ് എല്ലാ കവികളുടെയും രക്തമൊഴുകിയിട്ടുള്ളത്, തെരുവുകളിലൂടെയാണ്. എല്ലാ എഴുത്തുകാരുടെയും കണ്ഠങ്ങൾ ഛേദിക്കപ്പെട്ട് കിടക്കുന്നത് തെരുവുകളിലാണ്. അതുകൊണ്ട് ആ തെരുവുകളാണ് നമ്മുടെ എല്ലാ നവോത്ഥാന ഊർജം എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് ഈ കവി സമ്മേളനം ഇവിടെ നടക്കുന്നത്. വളരെ അഭിമാനത്തോടെ കേരളത്തിലെ എല്ലാ പുരോഗമന സാഹിത്യ പ്രവർത്തകരുടെയും പേരിൽ ഞാൻ ഈ മഹത്തായ കവി സമ്മേളനം വളരെ താഴ്മയോടെ ഇത് സംഘടിപ്പിച്ച ഇവിടുത്തെ പ്രബുദ്ധരായ വിദ്യാർത്ഥി സാംസ്കാരിക പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് വളരെ താഴ്മയോടെ ഈ കവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. ഇനി നമുക്ക് കവിത ചൊല്ലാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും കവിത ചൊല്ലാം. കവിത ചൊല്ലുന്നതിനെ, എത്ര ഉറക്ക ചൊല്ലുന്ന കവിതയെ എങ്ങനെ തടയും എന്ന് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ,
എഴുതുന്നവന്റെ എഴുത്തിനെ അടയ്ക്കുവാൻ കഴിയും, എന്നാൽ ചൊല്ലുന്നവന്റെ വായ ഇവർക്ക് എങ്ങനെ അടയ്ക്കാൻ കഴിയുമെന്ന് നോക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടെ കവിത ചൊല്ലാം എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കവിത പറഞ്ഞാൽ അത് ചൊല്ലാം. രക്തസാക്ഷി, തീർച്ചയായിട്ടും രക്തസാക്ഷി ചൊല്ലാം. ഞാൻ ചെറുത് എന്നൊരു കവിത ചൊല്ലാം. ആദ്യം ചെറുത്. ഇപ്പോഴും ചെറുതൊക്കെ ചെറുതാകുന്നുണ്ട്, വലുതൊക്കെ വലുതാകുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പോക്കനുസരിച്ച് നാളെയും മറ്റന്നാളും അങ്ങനെ തന്നെ സംഭവിക്കാനേ സാധ്യതയുള്ളൂ എന്നതുകൊണ്ട് ഞാൻ എൻ്റെ നാടിന്റെ വേദനകളെ കുറിച്ച് ചെറുത്, ഈ വലിയ മരം, ആ മരത്തിന്റെ തൊട്ടു താഴെ വളരുന്ന ചെറിയ ചെടികൾക്ക് ഒരിക്കലും അതിജീവനം സാധ്യമല്ല. അതുകൊണ്ട് ഇപ്പോഴും വലുതൊക്കെ വലുതാകുന്നു, ചെറുതൊക്കെ ചെറുതാകുന്നു. അപ്പൊ ചെറുതെന്ന കവിത ചൊല്ലുന്നു. വലുതൊക്കെ വലുതൊക്കെ വലുതാകുന്നറിയുന്നുണ്ട്. നിങ്ങൾ വെയിൽ കൊള്ളുന്നു അല്ലേ? വെയിൽ കൊണ്ടാൽ വാടി വീഴും നമ്മൾ ചിലപ്പോൾ, അല്ലേ? അത് ശരീരം കൊണ്ടാണ്, മനസ്സുകൊണ്ട് ഒരിക്കലും നമ്മൾ വാടി വീഴില്ല. വീഴുമോ? വലുതൊക്കെ വലുതാകുന്നറിയുന്നുണ്ട്, ചെറുതൊക്കെ ചെറുതാകുന്നറിയുന്നുണ്ട്. വലുതൊക്കെ വലുതാകുന്നറിയുന്നുണ്ട്, ചെറുതൊക്കെ ചെറുതാകുന്നറിയുന്നുണ്ട്. വലുതെങ്ങനെ വലുതായെന്നറിയുന്നുണ്ട്, വലുതെങ്ങനെ വലുതായെന്നറിയുന്നുണ്ട്, ചെറുതെങ്ങനെ ചെറുതായെന്നറിയുന്നുണ്ട്. വലുതിന്റെ വേരുനീരു വലിച്ചു മോന്തി, വലുതിന്റെ വേരുനീരു വലിച്ചു മോന്തി, ചെറുതിന്റെ വേരുദാഹം കുടിച്ചുറങ്ങി, ചെറുതിന്റെ വേരുദാഹം കുടിച്ചുറങ്ങി. വലുതങ്ങനെ വളർന്നങ്ങനെ വലുതാകുമ്പോൾ, വലുതങ്ങനെ വളർന്നങ്ങനെ വലുതാകുമ്പോൾ, ചെറുതങ്ങനെ തളർന്നങ്ങനെ ചെറുതാകുന്നു, ചെറുതങ്ങനെ തളർന്നങ്ങനെ ചെറുതാകുന്നു. വലുതങ്ങനെ വെയിൽ തിന്നു വലുതാകുമ്പോൾ, വലുതങ്ങനെ വെയിൽ തിന്നു വലുതാകുമ്പോൾ, ചെറുതങ്ങനെ നിഴൽ തിന്നു ചെറുതാകുന്നു, ചെറുതങ്ങനെ നിഴൽ തിന്നു ചെറുതാകുന്നു. വലുതൊക്കെ വലുതാകുന്നറിയുന്നുണ്ട്, ചെറുതൊക്കെ ചെറുതാകുന്നറിയുന്നുണ്ട്. വലുതപ്പോൾ ചെറുതിനൊരു സന്ധിയോതുന്നു, വലുതപ്പോൾ ചെറുതിനൊരു സന്ധിയോതുന്നു, ചെറുതിന്റെ കരം തൊട്ടു കരാറോതുന്നു, ചെറുതിന്റെ കരം തൊട്ടു കരാറോതുന്നു. ഞാൻ നിനക്കൻ കരം വീശി തണൽ നൽകിടാം, ഞാൻ നിനക്കൻ കരം വീശി തണൽ നൽകിടാം. കൊല്ലം എസ് എൻ കോളേജിലെ കവിയരങ്ങിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്.